എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് നോക്കാം. തീർച്ചയായിട്ടും ഈ രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ തിരിച്ച് റിക്കവർ ചെയ്യുക എന്നുള്ളത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഈ ഒരു രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് പ്രധാനമായിട്ടും ഇത്തരം മലിനമായ ജലാശയങ്ങളിൽ കുളിക്കുന്നത് അല്ലെങ്കിൽ മുങ്ങുന്നതൊക്കെ ഒഴിവാക്കുക, നീന്തുന്നതൊക്കെ ഒഴിവാക്കുക. അഥവാ ഇത്തരം തടാകങ്ങളിലോ അല്ലെങ്കിൽ കുളങ്ങളിലോ വെള്ളക്കെട്ടുകളിലോ ഒക്കെ കുളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നെയിൽസ് ക്ലിപ്പ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പൊ ഇത് മൂക്കുവഴി ഈ ഒരു മൈക്രോ ഓർഗാനിസം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് തടയാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. പിന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂള് അതുപോലെ തന്നെ വീടുകളിലെ കിണറുകളൊക്കെ ക്ലോറിനേറ്റ് ചെയ്യാനായിട്ട് ശുചീകരിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കാം. 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്യേണ്ടതാണ്. അങ്ങനെ ക്ലോറിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സൂപ്പർ ക്ലോറിനേഷൻ ഒക്കെ നടത്തേണ്ടതാണ്. പിന്നെ അടുത്ത് ഉള്ള സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുളങ്ങള് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കിണറുകള് അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളുകൾ എല്ലാം ക്ലോറിനേറ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. മാത്രമല്ല നിങ്ങളുടെ വീട്ടിലെ വെള്ളം ടെസ്റ്റിങ്ങിന് കൊടുക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ പൊതുജനങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് വാട്ടർ സപ്ലൈ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ജലസംഭരണികൾ, അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ വെള്ളം സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാങ്കുകളിൽ ഒക്കെ 3 മാസം കൂടുമ്പോൾ ശുചിയാക്കാനും ക്ലോറിനേറ്റ് ചെയ്യാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എല്ലായ്പ്പോഴും നമ്മൾ മുഖം കഴുകാനൊക്കെ എടുക്കുമ്പോൾ വെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മൂക്കിലേക്ക് വെള്ളം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നോർമൽ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മൂക്കിലേക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു സൈനസൈറ്റിസിന്റെ ഭാഗമായിട്ടൊക്കെ ചില ചികിത്സാ രീതികളിൽ നേസൽ ഇറിഗേഷൻ മെത്തേഡ് ചെയ്യാറുണ്ട്. അപ്പം അതായത് മൂക്കിന്റെ ഒരു ദ്വാരത്തിൽ കൂടി വെള്ളം കയറ്റി മറ്റേ ദ്വാരത്തിൽ കൂടി പുറത്തേക്ക് കളയുന്ന വഴി സൈനസിനെയൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ള ഒരു മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. ഇതിന് വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും നല്ലതുപോലെ തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സ്റ്റെറൈൽഡ് വാട്ടർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ കുളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന വെള്ളം ക്ലോറിനേറ്റഡ് വെള്ളം എല്ലായ്പ്പോഴും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. തിളപ്പിച്ച വെള്ളം നിങ്ങളുടെ എല്ലാ ഉപയോഗത്തിനും നല്ലതുപോലെ തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ സ്റ്റെറൈൽ ആയിട്ടുള്ള വെള്ളമോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിവതും ശ്രദ്ധിക്കുക. ഇത്തരം എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറിനെ വിവരം അറിയിക്കാനും വേണ്ട പ്രതിവിധി എടുക്കാനും ഒട്ടും മടി കാണിക്കരുത്.